ഹായ് ഗൈസ്, തൊണ്ടയിൽ കിച്ച് കിച്ച് വിക്സ് ഗുളിക കഴിക്കൂ കിച്ച് കിച്ച് അകറ്റൂ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ കൊല്ലം കണ്ടത്തിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറച്ച് പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ കോളേജിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ രാവിലത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡേ മൈ ലൈഫ് എനിക്ക് എടുക്കണമെന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര തിരക്ക് പിടിച്ചൊരു ഡേ മൈ ലൈഫായി. ഇപ്പം സമയം 8:42. ഭയങ്കര തിരക്ക് പിടിച്ചിരിക്കുന്ന സമയത്താണ് ഈ വ്ലോഗ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഞാൻ രാവിലെ എണീറ്റ് നമ്മൾ ഇന്ന് പഠിപ്പിക്കേണ്ട പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തി ഇങ്ങനെ എൻ്റെ മുറിയിൽ ഇങ്ങനെ ഒരു വ്യൂ ഒക്കെ കണ്ടിരിക്കുകയാണ്. മനോഹരമായ വ്യൂ ഒക്കെ കണ്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇനി എനിക്ക് ചെയ്യേണ്ടത് തേക്കണം, ഡ്രസ്സ് എടുക്കണം, പിന്നെ കുളിക്കണം, ഭക്ഷണം കഴിക്കണം. ചില സമയത്തൊക്കെ ഭക്ഷണം കഴിക്കാൻ ഒരു ടൈം കിട്ടാറില്ല. അപ്പം ഭക്ഷണം കഴിക്കണം. അപ്പം നമുക്ക് അടുത്ത് കാണിക്കാം. തേച്ചിട്ട് പോയില്ലേ പെണ്ണേ, സമ്മതിക്കില്ല. തേച്ചിട്ട് പോയില്ലേ പെണ്ണേ. ഇപ്പൊ ഒരു അൽഫാമായനെ നമ്മളിപ്പോ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? സാരി ഒളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് തഞ്ഞു കൊടുത്തൂടെ? ഈ അമ്മമാരെ ഇങ്ങനെയായിട്ട് കഷ്ടപ്പെടുത്തുന്നു. അതാണ് നമ്മളുടെ സ്നേഹത്തിന്റെ സാക്ഷരത. സാക്ഷരത, സ്നേഹത്തിന്റെ ഒരു തീവ്രത എന്ന് പറയുന്നത്. ഞാൻ ഒരു മിനിറ്റോട് സാരി കൊടുക്കും, പെട്ടെന്ന് കൊടുക്കും. ഞാൻ ഒരു മിനിറ്റ് സാരി കൊടുത്താലും ഇവര് സാരി ആവില്ലാന്നുള്ളൂ. വേറെ തോട്ടായിരിക്കും അല്ലെങ്കിൽ ഷാർപ്പ് സാരി കൊടുക്കുക എന്ന് പറഞ്ഞു. സാരി എടുത്ത് പോകാൻ കാരണം നമ്മളിപ്പോൾ എല്ലാ ദിവസവും ചുരിദാർ ഇട്ടിട്ട് ചുരിദാറിൻ്റെ സ്റ്റോക്ക് തീരും. അപ്പോൾ പിന്നെ നേരെ പോയി അമ്മയുടെ അലമാരി തുറക്കുക, സാരി അടിച്ച് മാറ്റാം. ഇതാണ് ഇപ്പോൾ എൻ്റെ ഒരു പുതിയ ശീലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാരിയൊക്കെ ഉടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരുങ്ങുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. ഞാൻ ഒരുങ്ങുകയാണ്. എനിക്ക് ഒരുങ്ങുന്നതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാൻ അത്ര താല്പര്യമില്ല. വേറൊന്നല്ല, എനിക്കിങ്ങനെ ഫോണിൽ ഫോക്കസ് ചെയ്തിട്ട് വീഡിയോ എടുക്കാനായിട്ട് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുങ്ങിയിട്ട് വീഡിയോ എടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എനിക്ക് മാല ഒന്നും ഇപ്പോൾ ഇടാനില്ല. മാല ഇട്ട് ഓപ്പോസിറ്റ് കേൾക്കാം. മാല വരണം മേടിക്കണ മാല ഇല്ല. സത്യം പറഞ്ഞു ഭയങ്കര ദാരിദ്ര്യമാണ് മാലയുടെ കാര്യത്തിൽ. സെറ്റ് യെസ്. ഓക്കെ, അപ്പോൾ ഞാനിത് കെട്ടിയിടാൻ കാരണം ഈ ഇപ്പോൾ വണ്ടിയിൽ നിന്ന് ഇരിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് നമ്മൾ മര്യാദയ്ക്കുള്ളത്. അപ്പം പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഞാൻ പറയാൻ പറഞ്ഞു. ഞാനൊരു iPhone 17 എടുത്തായിരുന്നു. വളരെ യാദൃച്ഛികമായിട്ടാണ് ഇത് എടുത്തത്. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ കാര്യങ്ങളൊന്നും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഉറപ്പായിട്ടും ഞാനത് പോസ്റ്റ് ചെയ്യും. ആ ഒരു ഫോൺ എടുത്തുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ വ്ളോഗൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് ഞാൻ അറിയിക്കാനായിട്ട് മറന്നു. അത് കഴിഞ്ഞ് ഞാൻ കോളേജിലെത്തി. ഫസ്റ്റ് അവർ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇറങ്ങിയാണ്. ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിംഗ് കച്ചേരി മാളിക. പണ്ട് UC കോളേജ്, അതായത് കുന്നുംപുറത്തുണ്ടായിരുന്ന ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച കോടതിയാണ് ഇപ്പോഴത്തെ കച്ചേരി മാളിക. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തി. ഒരു ലോഡ് ആൻസർ പേപ്പർ ഉണ്ടായിരുന്നു. ഈ ആൻസർ പേപ്പറൊക്കെ കറക്റ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഈ ടീച്ചറായിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഠിക്കുന്നതാണ്. അതായത് നമ്മളെപ്പോഴും എന്താ പറയുക, ഒരു എൻഡ്ലെസ് ജേർണി ടുവേർഡ്സ് ലേണിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നമുക്ക് എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ പഠിപ്പിക്കുകയും ചെയ്യണം, പഠിക്കുകയും ചെയ്യണം. അപ്പോൾ ഞാനിരുന്ന് പേപ്പർ നോക്കുന്നത് ഒരു സിനിമാറ്റിക് വീഡിയോ ആയിട്ട് എനിക്ക് എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ചൈതന്യ മിസ് എടുത്തു തന്നൊരു വീഡിയോ ആണ്. ഇതാണ് ഞങ്ങളുടെ സ്റ്റാഫ് റൂം, ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ് ഓഫ് UC കോളേജ്. ഇവിടെ 5 കൊല്ലം പഠിച്ചിട്ട് ഇങ്ങനെ ഇവരുടെ ഒപ്പം പഠിപ്പിച്ച അധ്യാപകരുടെ ഒപ്പം ഇരുന്ന് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വേറെ ഫീലാണ്. എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം. അപ്പോൾ അങ്ങനെ ഞാനിവിടെ അഭിനയിച്ച് തകർക്കുകയാണ്. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു മതി, സെറ്റായെന്ന്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കാപ്പി കുടിക്കാനായിട്ട് പോയി. ഇവിടെ ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെയൊക്കെ ഒരു വിഹാര കേന്ദ്രമാണിത്. സൊസൈറ്റി എന്ന് പറയും. നല്ല വെയിലുണ്ട് കേട്ടോ, അത്യാവശ്യം. നമ്മുടെ ഈ UC കോളേജ് ഇരിക്കുന്ന ഈ ഒരു സ്പേസ് കുന്നുംപുറം എന്നാണ് അറിയപ്പെടുന്നത്. ആലുവക്കാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ കുന്നിൻ്റെ മണ്ടയിലായതുകൊണ്ട് അത്യാവശ്യം വെയിലൊക്കെ നന്നായിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ സൊസൈറ്റിയിലേക്ക് ചെന്നു. ഇതാണ് നമ്മുടെ കോളേജിൻ്റെ ഫ്രണ്ട് പോർഷൻ എന്ന് പറയുന്നത്. പ്രേമം മൂവി കണ്ടിട്ടുള്ളവർക്ക് വേഗം മനസ്സിലാകും അല്ലേ. ഇതിൻ്റെ കാപ്പി കൊണ്ടിരിക്കാനുള്ള ചില ദിവസങ്ങളിലേക്ക് മണിക്കൂറുകളോളം ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഈ ചൂട് കോഫി കുടിക്കുമ്പോൾ ഒരു സുഖമുണ്ട്. ഇപ്പോൾ വന്ന് ഭയങ്കര അഡിക്റ്റഡാണ്. കാരണം കോഫി കുടിച്ചില്ലെങ്കിൽ ഉടനെ തന്നെ തലവേദന വരും. അപ്പോൾ ഈ ഒരു ആംബിയൻസും ഈ കോഫിയൊക്കെ UCയുടെ മാത്രം സ്പെഷ്യലാണ്.
ഞാനിവിടെ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സൊസൈറ്റി ഉണ്ടെങ്കിൽ ഇതുപോലെ മെഷീൻ കോഫി കിട്ടുന്ന ഒരു ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇത് നമുക്ക് അടുത്ത് അതായത് പെട്ടെന്നൊന്ന് തൊണ്ടയ്ക്കൊരു സുഖം കിട്ടാൻ എന്തുകൊണ്ടും ഈ ഒരു കോഫി വളരെ നല്ലതാണ്. മക്കളെ, ഇതാണ് നമ്മുടെ കച്ചേരി മാളിക. നമ്മുടെ UCയുടെ ഒരു ഫേസ് എന്ന് പറയുന്നത് ഇതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇംഗ്ലീഷ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോരുകയാണ്. ഇത് നമ്മുടെ LG മാം, നമ്മുടെ ഒപ്പം നമ്മുടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ മാമാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വെറുതെ ഇരിക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിരിക്കുന്ന കുട്ടികളുടെ റെക്കോർഡൊക്കെ ചെക്ക് ചെയ്ത് സൈൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റെക്കോർഡല്ല, ഇതുപോലെ ഒരു മല പോലെ റെക്കോർഡ്സ് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ചെക്ക് ചെയ്ത റെക്കോർഡാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ലഞ്ച് ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ഹാപ്പി. അപ്പോൾ ഇവിടെയുള്ള നമ്മുടെ എന്തുവായിരുന്നു, ഉരുളക്കിഴങ്ങ് കറിയും തക്കാളിയും പിന്നെ സാലഡൊക്കെ കൂട്ടി മീൻ വറുത്തൊക്കെ കൂട്ടിയിട്ട് ഒരു പിടിപിടി. Her anti-trafficking interventions are considered as a best practice model. ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് നല്ലൊരു എൻലൈറ്റനിങ് ആയിട്ടുള്ള ഒരു സെഷൻ ഉണ്ടായിരുന്നു. സുനിത കൃഷ്ണൻ എന്ന ഒരു എഴുത്തുകാരിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ബുക്കിൻ്റെ ഒരു പ്രകാശനവുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാമാണ്. അങ്ങനെ ഞാനുള്ള പ്രോഗ്രാം കഴിഞ്ഞ് വീട്ടിലെത്തി. നല്ല മഴക്കാരൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ ഒരു ഇരുണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് എനിക്ക് പ്രേമലു ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു കോസ്റ്റ്യൂം ഇട്ടിട്ടുള്ള വീഡിയോ കൂടി കാണിച്ചു തരാം. സോ ഗൈസ്, ഈ കൊലം കണ്ടാൽ പേടിക്കണ്ട. വൈകുന്നേരം വന്നിട്ട് ഇപ്പം ഞാൻ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. സീരീസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒട്ടും ടൈം കിട്ടുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സീരീസൊക്കെ ഷൂട്ട് ചെയ്തു, അല്ലാതെ കുറച്ച് റീൽസ് എടുത്തു. അതിൻ്റെ ഇടയിലാണ് ഈ വ്ലോഗ് എടുക്കുന്നത്. കണ്ടോ, ഇത് ഞാൻ വരച്ച പടം കേട്ടോ. അപ്പോൾ റൂം ടൂറൊക്കെ കാണിക്കുന്നത് ആഗ്രഹമുണ്ട്. പക്ഷെ നിലവിൽ ഇപ്പോൾ റൂം കാണിച്ചു കഴിഞ്ഞാൽ ഉള്ള സബ്സ്ക്രൈബേഴ്സും കൂടി പോകും. അപ്പോൾ അതുകൊണ്ട് റൂം ടൂർ ഒന്നും ചെയ്യുന്നില്ല. ഇനി വരികയാണ്. കുറച്ച് പേര് ചോദിച്ചു സ്കിൻ കെയർ വീഡിയോ ഒക്കെ ചെയ്യാൻ. അപ്പോഴാണ് ഈ 2 പിമ്പിൾ വന്നത്. സ്കിൻ കെയർ വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നുണ്ട്, കാരണം ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ സ്കിൻ കെയർ വീഡിയോ ഞാൻ ഉറപ്പായിട്ട് ചെയ്യും. പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്താ പരിപാടിയെന്ന് ഞാൻ കാണിക്കാം. ഇപ്പോഴാണ് ഞാൻ വീഡിയോ കൊടുക്കുന്നത്. Vlog. This is my vlog. എന്തൊക്കെ പറ്റി? Munchkin. We are going to add this munchkin to this. Let's eat. Yes. ഇതുണ്ട്, കപ്പലണ്ടി ഉണ്ട്, നെയ്യപ്പമുണ്ട്. പക്ഷേ ഇതെപ്പോഴും നമ്മളിങ്ങനെ കഴിക്കാറില്ല കേട്ടോ. നമ്മളെപ്പോഴും ഇങ്ങനെ കഴിക്കാറില്ല. നമ്മൾ ഡയറ്റാണ് ബേസിക്കലി. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ഈ ഒരു ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളിന് ശേഷം ഇപ്പോഴാണ് ഞാനൊന്ന് ശരിക്കും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് നല്ല റിലാക്സ്ഡ് ആയിട്ട് TV കണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് പണിയുണ്ട്. അപ്പോൾ ഇത്രയും തിരക്ക് പിടിച്ചൊരു ലൈഫാണ് ഗൈസ് എൻ്റേത്. ഇതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ പ്രേമലൊക്കെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിൽ എപ്പിസോഡൊന്നും ഇല്ലേന്നൊക്കെ ചോദിച്ച് നിങ്ങൾ കമൻറ്റ് ഇടുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളടുത്ത് പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. കാരണം എഡിറ്റ് ചെയ്യാനും പോസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും എനിക്കില്ല. പിന്നെ എനിക്ക് കിട്ടുന്ന സമയം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വിരളമാണ്. അപ്പോൾ ഞാൻ ഫുഡൊക്കെ ഇപ്പം ഞാൻ കുറച്ച് ലാപ്ടോപ്പിൽ കയറി കുറച്ച് വർക്കുകൾ ചെയ്യും. വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് ആൻസർ പേപ്പർ കറക്റ്റ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് എഡിറ്റിങ്, നാളത്തെ എപ്പിസോഡ് കാണണ്ടേ, അങ്ങനെ കുറച്ച് എഡിറ്റിങ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറേ പണിയുണ്ട്. പക്ഷെ എല്ലാം ഒറ്റയടിക്ക് നടക്കുമെന്ന് എനിക്കറിയില്ല. ചിലതൊക്കെ എൻ്റെ മൂഡ് പോലെ ഇരിക്കും. അപ്പം യെസ്, അപ്പം ഇത് എൻ്റെ ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ് നിങ്ങൾ കണ്ടല്ലോ. എൻ്റെ നെറ്റ്വർക്ക് ഞാൻ കണക്ട് ചെയ്തു. നോർമലി ഒരു ഡേ ഇൻ മൈ ലൈഫിൽ എപ്പോഴും നിങ്ങൾ വിചാരിക്കും കിടക്കുന്നതിനും ഒരു കൺക്ലൂഷൻ. സോറി, ഞാൻ കിടന്ന് കഴിഞ്ഞപ്പോൾ എണീറ്റ് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. വേറെ നല്ല എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒരു ടയർഡായി വാങ്ങിപ്പോയതാണ് കേട്ടോ.
അപ്പോൾ അങ്ങനെ സോ ഈ വീഡിയോ ഇവിടെ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് ഏറ്റവും നല്ല നല്ല ചക്കരകൾ എന്ന് ഞാൻ പറയും. കാരണം സബ്സ്ക്രൈബേഴ്സ് തന്നെ കൂടുതൽ പേരും പ്രേമൽ മാത്രം കാണാനായിട്ടാണ് എൻ്റെ ചാനലിൽ വരുന്നത്. പക്ഷേ എന്നാലും എല്ലാ വീഡിയോ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മൾ എത്ര തിരക്കാണെങ്കിലും, നമ്മൾ എത്ര ഹെക്ടിക് ആണെങ്കിലും, അല്ലെങ്കിൽ ഹെക്ടിക് ആയിട്ടുള്ള ഷെഡ്യൂൾ ആണെങ്കിൽ പോലും ട്രൈ ടു ചേസ് യുവർ ഡ്രീം, അല്ലെങ്കിൽ ട്രൈ ടു ഫോളോ യുവർ ഹാപ്പിനെസ്. നമ്മളെപ്പോഴും നമ്മൾ ഇഷ്ടപ്പെടുന്ന, ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തു കഴിഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമുക്ക് അതിനൊരു സന്തോഷം കിട്ടും. അപ്പോൾ ഇതുപോലെ എൻ്റെ കുറേ വ്ളോഗൊക്കെ ഉണ്ടാകും. അപ്പോൾ വ്ളോഗ് എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, comment and subscribe. കമന്റ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സെഷൻ എന്താണെന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.